ഇവൻ ഇപ്പോഴെങ്ങനെ ഇറങ്ങും? എത്ര നേരോടെ വെയിറ്റ് ചെയ്യണത്? നീ ഇങ്ങനെ കിടന്ന് പെടക്കല്ലേ? എടാ നിന്നോട് എത്ര നേരോടെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പെണ്ണുണ്ട് കിടന്നോ മോനെ? ഞാനൊക്കെ കണ്ടോ ഫസ്റ്റ് ടൈം കണ്ണ് ഇഷ്ടപ്പെട്ട് സെറ്റ് ചെയ്ത് ഞാനിപ്പോ. എന്റെ സുമേ, അത് നീ പെണ്ണ് കാണാൻ തുടങ്ങാത്തോണ്ട് നിനക്ക് തോന്നണേണ്. നമ്മളല്ലെങ്കിൽ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പർ പെൺപിള്ളേരെ കാണാൻ പറ്റും. പെണ്ണ് കാണാനൊന്ന് പോയി നോക്കിയാ ഒറ്റ പെൺപിള്ളേരെ കാണാൻ പറ്റൂല. പോരാടന്ന് ഞാൻ ഓക്കെ ആണെന്നാലും ഫസ്റ്റ് ടൈം എന്നെ പിടിക്കും. അത് നിനക്ക് കളറുള്ളതുകൊണ്ട് മാത്രം തോന്നണേണ് കേട്ടാ. എന്നെക്കാളും മുമ്പ് നിന്റെ കല്യാണം സെറ്റ് ആണെങ്കിലേ നിന്നെ ഞാൻ അപ്പൊ സമ്മതിക്കാം. ഓക്കെ സമ്മതിക്കല്ല. മൂന്ന് പേര് പോയ ഒരു കല്യാണത്തിന് പോകുമ്പോ പിന്നെ ചെക്കനും പെണ്ണും വലുതും സംസാരിക്കട്ടെ. അതിനെന്താ മോളെ ചെല്ലേ ഉച്ചയായിട്ട് പുറത്തേക്ക് പോയല്ലോ. കുട്ടിയും പരിസരവും ഒക്കെ. പേരെന്തെന്നാന്ന് പറഞ്ഞു? അശ്വതി. നല്ല പേരാണ്. കുട്ടിക്ക് എന്നോടൊന്നും തോന്നരുത്. വേറൊന്നുമല്ല, കുട്ടിക്ക് എന്നെ ഇഷ്ടമായാ? അല്ല കുട്ടി, കുട്ടിക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണം. അതെന്താ? അതെ, എല്ലാം ഓക്കെ ആക്കി വീട്ടിൽ ചെല്ലുമ്പോഴേ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കോൾ വരും. പെണ്ണൊളിച്ചോടി, പെണ്ണിന് വേറെ ബന്ധമുണ്ടെന്നൊക്കെ പറയും. ഇതൊന്നും കേൾക്കാനേ മനസ്സിന് കട്ടിയില്ലാത്തോണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ചേട്ടാ, ഞാൻ എന്റെ വീട്ടുകാര് പറയണ പോലെ എന്റെ അച്ഛൻ പറയുന്നത് കേൾക്കും. അപ്പൊ കുട്ടിക്ക് എന്നെ ഇഷ്ടമായാ? ചേട്ടൻ എന്താ ഒരു കുറവ്? ചേട്ടന് വീടില്ലേ, നല്ല ജോലിയില്ലേ, കാറില്ലേ, പിന്നെന്താ കുഴപ്പം? മതി. ഇറങ്ങി പോടാ എന്റെ കുടുംബത്തിൽ നിന്ന്. എടാ, അങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോ നീയൊക്കെ എന്നെ പറ്റി ഓർക്കണമായിരുന്നു, അല്ലാണ്ട് പ്രതികരിക്കല്ലാണ്ട്. പറ്റിപ്പോയെന്ന് ക്ഷമിക്കുന്നു. പിന്നെ പോടാ. അല്ലടാ, നീ എന്താണ് സുമേനെ കുറ്റം പറയണ? ആ തെണ്ടിയുള്ള ഭാഗത്താണ് കുറ്റം. ഇതേത് തന്നെയാണ് എനിക്കറിയാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും മാറ്റോറ്റി കിടന്നിട്ടാണ് ഒരു തങ്കം പോലത്തെ പെണ്ണിനെ കിട്ടിയത്. അവളുടെ ലക്കിലാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹലോ ഹലോ ചേട്ടാ, ഇത് ഞാൻ അശ്വതി. ഏത് കേബിളിന്റെ കാശ് പിരിക്കാൻ പറ്റുന്ന അശ്വതിയാ? ചേട്ടൻ ഇന്ന് പെണ്ണ് കാണാൻ വന്നില്ലേ? ആ അശ്വതി. അച്ഛന്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചതാ, ചേട്ടനോടൊരു സോറി പറയാൻ. കുട്ടി എന്തിനു സോറി പറയണ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഈ തെണ്ടികളെ ഞാൻ കൊണ്ടുവരായിരുന്നു. അല്ല ചേട്ടാ, എന്റെ മാമന്മാരുടെ മക്കളാ, അവര് ലോക്കലമ്പന്മാരാ. സോറി ചേട്ടാ. പിന്നെ സോറി വേണ്ടെന്ന്. അവളാണ്, ആരൊക്കെ എതിർത്താലും ഞാൻ അവളെ കെട്ടു. കേട്ടാ, കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ടട്ടാ. കുട്ടിക്ക് ഇനി മുതൽ ഞാനുണ്ട്. എന്തായാലും നമ്മുടെ കല്യാണം നടക്കാൻ പോണില്ല. പിന്നെ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? ഇന്ന് ചേട്ടന്റെ കൂടെ വന്നത് സുമേഷ് ഇന്ദു കലാധരനല്ലേ? അതെ, ആ ചേട്ടനോടെ ഞാനൊന്ന് തിരക്കിന്ന് പറയോ? അയ്യോ, കുട്ടിക്ക് ആള് മാറിപ്പോയതാണ്. അത് സുമേഷ് ഇന്ദു കലാധരനല്ല, കക്ക വരാൻ പോണത് അതീഷാണ്. രണ്ടുപേരും ഒരേപോലെ. കൂടെ പോവാ. ഞാൻ തന്നെ അതൊരു ഭയങ്കര തമാശ. ആ പാവം ഗ്രീഷ്മക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് തോന്നണ്ട അല്ലേ? ആ പന്നി അവളെ പൊന്നു പോലെ നോക്കുന്നു തോന്നുന്നു. കല്യാണം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യമൊന്നുമില്ല. നീ വന്നോ? എവിടെ വരെ എത്തി കല്യാണങ്ങളൊക്കെ കണ്ടില്ലേ? ആദ്യം നീ ഇതങ്ങോട്ട് പിടിച്ചേ. എന്റെ പക്ഷെ എനിക്കിത് വേണ്ട. ഇവിടെ ആവശ്യത്തിനൊക്കെ കാശുണ്ട്. ഓ, നിന്റെ ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ടെന്നൊക്കെ എനിക്കറിയാം. റാണി, ഇങ്ങനെ നോക്കരുത്. അച്ഛനില്ലാത്തൊരു പെൺകൊച്ചിന്റെ കല്യാണമാണ്. ഇത് വാങ്ങിച്ചു. എനിക്ക് നിന്റെ പ്രശ്നങ്ങൾ അറിയാം, ഞാൻ വാങ്ങൂല. എനിക്ക് എന്താടി പ്രശ്നം? സുമയുടെ കല്യാണല്ലേ, അത് അവനൊരു ആങ്കൊച്ച, അവന്റെ കല്യാണം നടന്നോളൂ. നീതുമോൾ എന്റെയും കൂടെ മോളാണ്. അവളുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കണം കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല. നീ ഒന്നും പറയണ്ട, അത് തന്നെ നല്ലത്. എന്താ റാണിക്കുട്ടി ഉഷാറല്ലേ? പിന്നെ അല്ല. സുമേ, നീ അപ്പൊ അന്നല്ല കാര്യമൊക്കെ നോക്കണോട്ടാ. പിന്നെ ഇടയ്ക്കാ ടാങ്കിലെ വെള്ളം തീർന്നൊന്നും കൂടെ നോക്കണേ. അതെ, ഫാദർ ഖാൻ പറയുന്നുണ്ട്. പുള്ളിയുടെ 2 വലിയ കണ്ണുകൊണ്ട് നല്ലോണം നോക്കും അല്ലേ? നല്ല ആളുകളാണ് നീ കാര്യങ്ങൾ ഏൽപ്പിക്കണത്. നടന്നു തന്നെ. എന്റെ പൊന്നു സുമേ,
എന്തെങ്കിലും പണിയെടുത്ത് ശീലിക്കണോട്ടാ, അല്ലെങ്കിൽ പിന്നെ പണിയെടുക്കുമ്പോഴേ കെട്ടിയ പെണ്ണ് പണിയെടുപ്പിച്ചെന്നേ ഒരു പറയുള്ളൂ. മിനിറ്റ് റാണിക്കുട്ടി ഇത് പിടിച്ചേ. പോട്ടെ. ഇവൻ എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള പണി നോക്കിക്കൂടെ? അയ്യോ എന്റെ പൊന്നെ, ദാ ഇപ്പൊ PC ക്ലാസ്സിൽ പോകാതെ സമ്മതിച്ചിട്ട് നിക്കണേന്. ശരിക്കും പോകും. ആ രമയ്ക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ട് വിളിക്കാത്തോണ്ട് അവനേലും മുന്നേ ജോലിക്ക് കയറണം എന്നുള്ള വാശിയിലാണിപ്പോ. നടക്കുമല്ലേ? നടക്കുമായിരിക്കും. എന്നാ വാ നമുക്ക് ചായ കുടിക്കാം. സുമേക പണിയെടുക്കും. ശുശ്രൂഷ ഉണ്ടായി. നിങ്ങളെന്താ നേരെ അകത്തേക്കുന്നു? ഞാൻ നിങ്ങളുടെ ചിലരുടെ പാവ സുമേക പണിയെടുത്ത് നടുകൂടി കേട്ടാ. അയ്യോ എന്തൊരു സഹോദര സ്നേഹം. ഒന്ന് പോടിയോ, നാളെ ഞങ്ങൾ പുതിയ അളിയമ്മനാണ്. നിങ്ങൾ അടിച്ചു പിടിക്കണം ഞങ്ങൾ ആങ്ങളമാരുടെ കടമയാണ് അല്ലേ? എന്താണ് രാജി? പെട്ടെന്നാവട്ടെ. എടാ സാധനോട് സെറ്റ് ചെയ്യുന്നു. ഒന്ന് പിടിച്ചേ, ഒന്ന് നിറച്ചാ ഞാൻ പോരാ. എടാ പെട്ടെന്ന് പോട്ടാ. ചോദിക്കണ്ടായിരുന്നു. അതായത് ഈ എയും ബിയും കൂടി ഒരു പ്രോബ്ലം, ഒരു ജോലി 40 ദിവസം കൊണ്ട് ചെയ്യുന്നു. എന്നാൽ എ 15 ദിവസത്തിന് ശേഷം ഈ ജോലി നിർത്തിപ്പോയാൽ ബി തനിച്ച് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും? സാറേ യെസ്, ഒരു അഡ്മിഷൻ ഉണ്ടായിരുന്നു. കം. അപ്പോ പ്രോബ്ലം എല്ലാവർക്കും കിട്ടിയാ? സാറേ എ ആണോ ബി ആണോ? എ ആണോ ബി ആണോ? എ അല്ലേ? എ ആണോ? ബി. എടുത്തു തന്റെ പേരെന്താടൂ? സുമേഷ്. എവിടെ വീട്? പാണാവള്ളി. സുമേഷ് പാണാവള്ളി. സുമേഷ് പാണാവള്ളി. ഇയാളുടെ പേരെന്താണ്? അശ്വതി. അശ്വതി. അശ്വതിയുടെ വീട് എവിടെയാണ്? അരൂക്കുറ്റി. അശ്വതി അരൂക്കുറ്റി. ഇരിക്കും. നമുക്ക് എയും ബിയും ആണ് നമുക്കിപ്പോ കൺഫ്യൂഷൻ ഉണ്ടായത്. ആ എയും ബിയും നമുക്ക് അങ്ങ് വിടാം. എന്നിട്ട് എളുപ്പത്തിന് വേണ്ടി ഈ ഇരിക്കുന്ന സുമേഷ് പാണാവള്ളിയും ആ ഇരിക്കുന്ന അശ്വതി അരൂക്കുറ്റിയും ചേർന്ന് ഒരു ജോലി 40 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞപ്പോ അശ്വതി അരൂക്കുറ്റി ആ ജോലിയിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ സുമേഷ് പാണാവള്ളി എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും? എനിക്ക് ജോലിയൊന്നുമില്ല സാറേ. അവിടെ ഇരിക്കൂ. എടുത്ത് എനിക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ് താൻ ഇവിടെ വന്നേക്കണെന്നൊക്കെ എനിക്കറിയാം. ഇത് മാത്സിലൊരു പ്രോബ്ലമാണ്. എത്ര ദിവസം കൊണ്ട് സുമേഷ് പാണാവള്ളി ആ ജോലി ചെയ്ത് തീർക്കും? ഒരു 3 ദിവസം സാർ. എത്ര? 3. 3 ദിവസോ? ഇതെങ്ങനെ കിട്ടി? എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയാ സാറേ, അപ്പൊ അതായിട്ടൊന്നും കമ്പയർ നോക്കിയാണ്. എടോ, എന്ത് പണിയാലും തനിക്കിതെങ്ങനെ കിട്ടി? സാർ ഉദ്ദേശിക്കുന്ന ഒരു ഇടത്തരം വീടാണോ? ഇടത്തരമെങ്കിൽ ഇടത്തരം. ഓക്കെ, ഇടത്തരം വീട്. അങ്ങനെയാണ്. ഈ പെങ്കൊച്ചിന്റെ ആവശ്യമില്ല സാറേ, ഞങ്ങൾ 3 ദിവസത്തിൽ തീർക്കും. അത് കൊള്ളാം. ബെസ്റ്റ്. ഓക്കേടോ എന്നാല്. മിസ്റ്റർ സുമേഷ് പാണവള്ളി. അരൂക്കുറ്റി ഇതായി. ചേട്ടനോട് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരി, ഞാനും പ്രതീക്ഷിച്ചില്ല. അമിതാഭ് ബച്ചന്റെ വസ്തുവിന്റെ പേരെന്താ? പ്രതീക്ഷ. ഇവളെ ഇവിടെ പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഇത് പ്രതീക്ഷിച്ചോ? യെസിക്ക് ഉറപ്പാ. ആ ചേട്ടാ, ഇത് ആശ ചേച്ചി, ഇത് സിമി ചേച്ചി. നമസ്കാരം. അപ്പൊ മിസ്റ്റർ പാണവലി നമുക്കൊരു ചായ കുടിച്ചാലോ? ആവാന്നല്ല, താൻ മേടിച്ചു തരണം. ചേച്ചിയുടെ വീട് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സിദ്ധവൈദ്യ ഗ്രാമം ഏതാ? ചേട്ടാ, ആലപ്പുഴ ജില്ലയിലെ ചന്ദിരൂർ. ചന്ദ്രൂരാണല്ലേ? ചായ കുടിക്കാനോ? ഇതൊന്നും അറിയില്ലല്ലേ. പൊന്നോ.